വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ കണ്ടു. നമുക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഞാൻ ഒരിടയ്ക്ക് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് എന്തിനാണ് നീ പഠിക്കുന്നത്, എന്താണ് നീ പഠിച്ചു കഴിഞ്ഞാൽ ആവാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ +2 കഴിഞ്ഞ ആളാണ്. അദ്ദേഹം പറഞ്ഞത് പൈസ ഉണ്ടാക്കാനാണ് പഠിക്കുന്നതെന്നാണ്. അപ്പോൾ എനിക്കത് വളരെ വിയർഡായിട്ട് തോന്നി. പൈസ ഉണ്ടാക്കേണ്ടതാണ്, പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിലും വലുതാണ് ഒരു പർപ്പസ് എന്നത്. ജീവിതത്തിന് നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതിനെന്താ പറയുക, ഒരു ലക്ഷ്യം എന്നല്ല, എന്തിനാണ് നമ്മളിതെല്ലാം നമുക്ക് ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സ്ഥലത്തിരുന്ന് സന്തോഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു പൊസിഷനിൽ ഞാൻ എത്തി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക തൃപ്തിയുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു എൻജിനീയർ ആവണോ, ഒരു വക്കീലാവണോ, ജേർണലിസം വേണോ, എല്ലാം നമ്മൾ ആലോചിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ആ ആലോചന പലപ്പോഴും 10ാം ക്ലാസ്സിലും ഹൈസ്കൂളിലും +2-ലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കറിയാവുന്ന കുട്ടികളെ, ആ ഒരു പ്രായത്തിലുള്ള ഹൈസ്കൂളോ +2-ലുള്ള കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, എന്തെങ്കിലും തീരുമാനമായോ, എന്ത് വേണമെന്ന് അറിയുമോ. തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 8-ലുണ്ടാവുന്ന തീരുമാനം 9-ൽ മാറും, 9-ലുണ്ടാവുന്ന തീരുമാനം 10-ലും മാറും, അതെല്ലാം ആയിക്കോട്ടെ. പക്ഷേ അത് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ പലപ്പോഴും പല കുട്ടികൾക്കും അത് കിട്ടാറില്ല. മണി മൈൻഡഡായിട്ട് ജീവിക്കുന്നത് വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതും. അവരുടെ ലൈഫിലും അത് പ്രതിഫലിക്കും, സൊസൈറ്റിയിലും അത് പ്രതിഫലിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.